ഹലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഈ മുഖത്തൊക്കെ വാരി പൂശിയിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാനിപ്പോൾ മേക്കപ്പ് ഇടാണ്. ജസ്റ്റ് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നെല്ലാതും ഷൂട്ട് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ എല്ലാ വീഡിയോസും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് റെഡി. എൻ്റെ മുഖം നോക്ക് ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് റെഡി. ഓക്കെ, സീ യു ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെഡിയാവണം എന്നൊന്നും വിചാരിച്ച ഒരാളല്ല. ആക്ച്വലി ഞാൻ ഈ റെഡിയാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഗെറ്റിംഗ് റെഡി ഈസ് എ ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് എനിക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റിനുള്ള ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് ഞാനിങ്ങനെ റെഡി ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എൻ്റെ ഇക്കോ ഒരു കേക്കും ഒരു നല്ല അടിപൊളി ഒരു ബോക്സ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇക്കോ നല്ല അടിപൊളി ഒരു കേക്കും ഒരു നല്ല അടിപൊളി ഒരു ബൊക്കെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ എൻ്റെ ഒരു കസിൻ ഉണ്ട്, നാസിഹ എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളോട് അത് പോയിട്ട് കളക്ട് ചെയ്തിട്ട് സർപ്രൈസായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വീട് വരെ ഡെലിവറി ചെയ്യത്തില്ല ആ ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇക്കുന് പൊതുവേ മലപ്പുറത്തെ കാര്യങ്ങളാണ് കൂടുതൽ അറിയുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവാറുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ ഇക്കു മലപ്പുറംകാരനാണ്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. അപ്പം ഇവിടെ ഞങ്ങളുടെ സ്ഥലത്തുള്ള പല കാര്യങ്ങളും ഇക്കുന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സംഭവം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കുന് കുറച്ച് പരിമിതികൾ ഉള്ളത് കാരണം ആണെന്ന് തോന്നുന്നു കേക്ക് ഡെലിവറി ചെയ്യുന്ന ഷോപ്പ് എവിടെയാണെന്നോ ബൊക്കെ ഡെലിവറി ചെയ്യുന്ന ഷോപ്പ് എവിടെയാണെന്നോ ഒന്നും ഇക്കുന് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കസിൻ്റെ ഹെൽപ്പോട് കൂടി ഇക്കു ആ സംഭവങ്ങളൊക്കെ രാവിലെ കിടന്നുറങ്ങി എന്നെ വിളിച്ചെണീപ്പിച്ച് എനിക്കിവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഉറങ്ങിയിരിക്കുന്നത്. കാരണം എൻ്റെ ഇക്കുവിന് എപ്പോഴും ഏറ്റവും സന്തോഷം കിട്ടുന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഇക്കു ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും അതേപോലെ ഞാൻ നന്നായിട്ട് ഒരുങ്ങി റെഡിയായി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് എപ്പോഴും നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് നല്ല മാച്ചിങ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് മാച്ചിങ് ഷൂസൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ്, എന്നെ മാത്രമല്ല കേട്ടോ, ഹെസ ബേബിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ഹെസ ബേബിയുടെ മിക്കവാറും ഉള്ള ഡ്രസ്സസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാം അത്യാവശ്യം നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ് അവൾ യൂസ് ചെയ്യുന്നത്. അതെല്ലാം ചൂസ് ചെയ്യുന്നത് ഇക്കു തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് എന്നെയും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇക്കുവിനെ ഞാൻ നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അവനവൻ്റെ ഹസ്ബൻഡുമാർ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെക്കുമ്പോഴാണല്ലോ ആ ഒരു നമുക്കും അത്രയും ഭംഗിയിൽ നടക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുക തന്നെ. അപ്പം ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് കേട്ടോ, അൽഹംദുലില്ലാ. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരാളാണ്. ഹീ ടു ബി more expressive when I look pretty when I stay happy. അപ്പം അങ്ങനെയുള്ള ഒരാൾ എനിക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സർപ്രൈസ് തന്നപ്പോൾ ഞാനിങ്ങനെ റെഡി ആയിട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഷോക്കായിപ്പോയി ഈ ഒരു സാധനം ഇവിടെ കിട്ടിയപ്പോൾ. ഞാൻ വിചാരിച്ചു വല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വല്ല ഐറ്റംസൊക്കെ വരുമായിരിക്കുമെന്ന്. ബട്ട് നോ, എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചിട്ട് എൻ്റെ ഇക്കു എന്നെ കാര്യമായിട്ട് തന്നെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ സങ്കടമുണ്ട് ഒരേ സമയത്ത്. കാരണം എന്താ വെച്ചാൽ ആഫ്റ്റർ മാരേജ് അകന്ന് നിൽക്കുന്ന ആദ്യത്തെ എൻ്റെ ബർത്ത്ഡേ ആണിത്. സോ ഐ മിസ് ഹിം, ഐ മിസ് യു കു, ഐ മിസ് യു സോ മച്ച്. പക്ഷേ
ഇക്കുൻ്റെ പ്രസൻസ് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇക്കു. ഐ എം സോ ഹാപ്പി ഫോർ യു. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ് ദാറ്റ് ഇക്കു എൻ്റെ ലൈഫിൽ വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പോൾ നമുക്ക് ആ സർപ്രൈസ് എന്താണെന്ന് നോക്കാം. കൂടുതൽ ഞാനിവിടെ നിന്ന് കരഞ്ഞ് ഓവറാക്കുന്നില്ല. നമുക്ക് ആ സർപ്രൈസ് എന്താണെന്ന് നോക്കാം എന്തായാലും. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഈ ഒരു ബൊക്കയും ഇതിൽ ഒരു സ്പെഷ്യൽ മെസ്സേജൊക്കെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു മൈ വൈഫ് എന്ന്. ആ സ്പെഷ്യൽ എന്തിനാണ് വെച്ചതെന്ന് എനിക്കറിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു മൈ സ്പെഷ്യൽ വൈഫ് എന്നാണ് വെച്ചത്. സ്പെഷ്യൽ അറിയാണ്ട് മിസ്റ്റേക്കായിട്ട് വന്നതായിരിക്കും കേട്ടോ. കേക്ക്, ഹൗസ് അവർ കേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ്, പ്യുവർ വൈറ്റിൽ റെഡ് തീം വന്നിട്ട് നല്ല കേക്ക്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഇക്കുനെ വീഡിയോ കോളിലിട്ടിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇക്കുനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോ കോളിലിടാൻ. ഇക്കു പക്ഷേ ഓഫീസിലായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ കോളിലിടാൻ യാതൊരു നിവർത്തിയില്ലാണ്ടിരിക്കുക. അപ്പം ഞാൻ ഹെസ ബേബിയും കൂടെ കട്ട് ചെയ്യാണ് കേട്ടോ. ബേക്കിൽ നിന്ന് ഹെസ ബേബിയുടെ ക്ഷമയുടെ നെല്ലിപ്പലക ഹെസ ബേബീൻ്റെ കോസ്റ്റ്യൂം അതും ഒരുപോലെ ഉണ്ടല്ലോ അല്ലേ. നെല്ലിപ്പലക ഇളകിയിരിക്കുന്നതിനാൽ ഹെസ ബേബി വയ്ക്കാൻ. ബിസ്മില്ല. മമ്മൻ്റെ ബർത്ത്ഡേ ആണേ. എവിടെ ആ ബിസ്മില്ല. ഓക്കെ, ഒരൊറ്റ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മമ്മ ഇല്ല. സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി കേക്ക് അല്ലേ അമ്മ? ഉമ്മക്ക് ഇതിനകത്ത് തേനുള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. തേങ്ങ, ഓക്കെ, തേങ്ങ ഭയങ്കര യമ്മി ആയിട്ടുണ്ട്. എനിവേ, ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തിരിച്ചു വെച്ച് കട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇനി നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടോ. അതിൽ എനിക്ക് ഈ സർപ്രൈസ് ഇവിടെ എത്തിച്ചു തന്ന എൻ്റെ കസിൻ എന്തായാലും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി കുറച്ച് ചോട്ടാസ് ഉണ്ട്, ഹെസ ബേബീൻ്റെ ഫ്രണ്ട്സ്. ഹെസ ബേബീൻ്റെ കോസ്റ്റ്യൂം നോക്കുക ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ ബൊക്കെ തട്ടിക്കൂട്ടി അതിനകത്ത് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ വരൂ. ഹെസ ബേബിയുടെ കോസ്റ്റ്യൂമും എൻ്റെ കേക്കും ഒരേ കളർ കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ചോട്ടാസ് വരാനുണ്ട്, അവിടെ കൂടി നമുക്ക് ഞം ഫുഡ് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, എൻ്റെ ബർത്ത്ഡേ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല ഒരു മന്തി അൽഫാം കിട്ടുക അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ, കല്ലറുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഗൈസ്, ഹെസ ബേബി ഞാനും ഒക്കെ ചെറുതായിട്ടൊന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചൂട് കാരണമാണ് കേട്ടോ. അങ്ങനെ പളപളത്ത കോസ്റ്റ്യൂമൊന്നും ഇട്ട് ഇരിക്കാൻ പറ്റിയ സെറ്റപ്പില്ല. നമ്മുടെ നാട്ടിലെ ചൂട് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഹെസ ബേബി നടന്ന് ചിക്കൻ കഴിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച് ഇക്കോ ഫോർ ദിസ്. പിന്നെ ഉമ്മാൻ്റെ ഗിഫ്റ്റ് കുറച്ച് ഡിലേ ആയിട്ടോ. ഉമ്മ ഓൾറെഡി ഓൺലൈനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉമ്മയും വാപ്പായും. എനിക്കൊരു ഗിഫ്റ്റാണ്, പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. സമയത്ത് ഇവിടെ എത്തിയിട്ടില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുക, അതോ അതില്ലാണ്ട് ഇത് അപ്ലോഡ് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മയും വാപ്പായും ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് യാസീൻ ഓതുന്നുണ്ട്, പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇക്കോ ഇല്ലാത്തത് നല്ലോണം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതിൽ കമൻസിൽ ആരെങ്കിലും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ താങ്ക് യു സോ മച്ച് ഇൻ അഡ്വാൻസ്. ബൈ.